സോ മീറ്റ് അബ്സ കെ ഷാജി. ആക്ച്വലി ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തിയാണ് അബ്സ കെ ഷാജി. ഇതിനെ മാത്രം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഇതാണ് ആ വ്യക്തി ചെയ്ത തെറ്റ്. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മുഴുവനും ആ വ്യക്തിനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. പുള്ളിക്കാരത്തേക്ക് ഒരു ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ 50 ലക്ഷത്തിലധികം ആൾക്കാർ കാണുകയുണ്ടായി. പക്ഷേ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ടല്ല കിട്ടിയത്, മറിച്ച് ഒരു വലിയൊരു സൈബർ ബുള്ളിങ് തന്നെയാണ് പുള്ളിക്ക് കിട്ടിയത്. അതിന് കാരണമായി സോഷ്യൽ മീഡിയ ലോകം പറയുന്നത്, ഈ കുട്ടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു റീച്ചിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ആ വീഡിയോയിൽ നിന്നും ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ആ ഒരു മുതിർന്ന പൗരൻ ഈ ഒരു കുട്ടിയെ സ്പർശിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ഒരു അൺകംഫോർട്ട്, പ്രത്യേകിച്ച് ഒരു ലേഡീസിൻ്റെ അൺകംഫോർട്ട് നമുക്കിപ്പം നേരിട്ട് കണ്ടാൽ പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അവർ അൺകംഫോർട്ട് ആണോ അല്ലയോ എന്നുള്ളത്. അത് ആ വ്യക്തിയുടെ സ്വകാര്യമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ഞെരുങ്ങിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡബിൾ സീറ്റിൽ ഞെരുങ്ങിയിരിക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അൺകംഫോർട്ടബിൾ ആണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് അൺകംഫോർട്ടബിൾ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടായത്, ആ വ്യക്തി പങ്കുവെച്ച ആ വീഡിയോയ്ക്കകത്ത് ഒന്നും തന്നെ ഈ ഒരു വ്യക്തി എന്തിനാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എന്നത് കൃത്യമല്ലായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് തന്നെ, ആ അടിക്കുറിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനു മുമ്പും ഈ വ്യക്തിക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഇരിക്കെ വീഡിയോ എടുക്കാൻ പ്രിപ്പയർ ആയ പോലെ തന്നെ പ്രതികരിക്കാനും കൂടി പ്രിപ്പയർ ആവേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമാവുന്ന രീതിയിൽ കൂടി ആയിരിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണപാഠം ഷെയർ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കോ അതൊരു ഗുണപാഠമായി മാറുകയുള്ളായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അടിക്കുറപ്പിൽ കൊടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് ആ വീഡിയോ റീ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും അബ്സ ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം കൂടിയായിരിക്കാം അബ്സയ്ക്ക് ഈ ഒരു സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ലേഡി അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്രയധികം നമ്മൾ സൈബർ ബുള്ളിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ തിങ്ക് അബൌട്ട് ഇറ്റ്.